നമസ്കാരം. തന്റെ പൊന്നോമന മകനെ SFI നേതാക്കളുടെ ക്രൂരമർദ്ദനത്തിനിരയായി പൂക്കോട് വെറ്റിനറി കോളേജിൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശ് വിശ്രമമില്ലാതെ നടത്തിയ പോരാട്ടം ഒടുവിൽ വിജയം കണ്ടു. ഇനി സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് നീതി ഉറപ്പാക്കാൻ CBIക്ക് കഴിയട്ടെ. സിദ്ധാർത്ഥന്റെ മരണം അന്വേഷിക്കുന്നതിന്റെ ഭാഗമായി ഡൽഹിയിൽ നിന്നുള്ള CBI സംഘം കേരളത്തിലെത്തി. സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് അന്വേഷണം CBI ഏറ്റെടുക്കാൻ കേന്ദ്ര സർക്കാർ ഉടൻ വിജ്ഞാപനം ഇറക്കണമെന്ന് വെള്ളിയാഴ്ച ഹൈക്കോടതി നിർദ്ദേശത്തിനു പിറകെയാണ് CBI സംഘം കേരളത്തിലെത്തിയിരിക്കുന്നത്. സിദ്ധാർത്ഥന്റെ മരണത്തിൽ അന്വേഷണം നടത്താൻ CBIക്ക് രേഖകൾ കൈമാറാൻ വിമുഖത കാട്ടിയത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്വന്തം വകുപ്പായ ആഭ്യന്തര വകുപ്പായിരുന്നു. പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ അന്വേഷണം നടത്താൻ CBIക്ക് രേഖകൾ കൈമാറാൻ വൈകിയത് എന്തുകൊണ്ടെന്ന് സംസ്ഥാന സർക്കാരിനോട് ഹൈക്കോടതിക്ക് ചോദിക്കേണ്ടി വന്ന സാഹചര്യം വരെയാണ് ഉണ്ടായത്. സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്ത് ഗുരുതര വീഴ്ചയാണ് ഇക്കാര്യത്തിൽ ഉണ്ടായത്. ഓരോ നിമിഷവും വൈകുന്നത് കേസിനെ ബാധിക്കുമെന്ന് ഹൈക്കോടതി പറയുകയുണ്ടായി. രേഖകൾ കൈമാറാൻ വൈകുന്നതിന് ആരാണ് ഉത്തരവാദി എന്ന് വരെ കോടതി ചോദിച്ചു. തുടർന്നാണ് CBI അന്വേഷണം ആരംഭിക്കാൻ ഉടൻ വിജ്ഞാപനം ഇറക്കാൻ കേന്ദ്രത്തോട് ഹൈക്കോടതി നിർദ്ദേശിച്ചത്. ഹൈക്കോടതിയിൽ ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് ആണ് കേസ് പരിഗണിച്ചത്. CBI അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിട്ടാൽ പിന്നെ എന്താണ് സാങ്കേതിക തടസ്സം എന്ന ചോദ്യം കോടതി ഉന്നയിച്ചു. കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം വന്നാലേ അന്വേഷണം ഏറ്റെടുക്കാൻ കഴിയൂ എന്നാണ് CBI കോടതിയിൽ പറഞ്ഞിരുന്നത്. കാലതാമസം ഉണ്ടായിട്ടില്ലെന്നും കേസ് വേഗത്തിൽ CBIക്ക് കൈമാറിയെന്നും ഉള്ള ന്യായീകരണമാണ് സർക്കാർ കോടതിയിൽ നടത്തിയത്. എന്നാൽ കേസ് കൈമാറുന്നതിൽ ഓരോ നിമിഷവും വൈകുന്നതും കേസിനെ ബാധിക്കുമെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. CBI അന്വേഷണത്തിന് എത്രയും വേഗം വിജ്ഞാപനം ഇറക്കണമെന്നും വിജ്ഞാപനം കേന്ദ്ര സർക്കാർ ഹാജരാക്കണമെന്നും കേസിൽ ഹൈക്കോടതി ഇടക്കാല ഉത്തരവിടുകയുണ്ടായി. കേസന്വേഷണവുമായി ബന്ധപ്പെട്ട രേഖകൾ CBIക്ക് കൈമാറുന്നതിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കാലതാമസമുണ്ടായി എന്നാരോപിച്ച് സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശ് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് തുടർന്ന് ഉണ്ടായത്. ഹർജി 9-ന് വീണ്ടും പരിഗണിക്കും. സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടെന്ന് ആരോപിച്ച് സിദ്ധാർത്ഥന്റെ കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചത്. CBIക്ക് രേഖകൾ കൈമാറുന്നതിൽ വീഴ്ച വരുത്തിയതിൽ 3 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് മുഖം രക്ഷിക്കാൻ ഇതിനിടെ പിണറായി സർക്കാർ ശ്രമിച്ചിരുന്നു. കേസ് CBIക്ക് കൈമാറാൻ കഴിഞ്ഞ മാസം 9-നാണ് സർക്കാർ വിജ്ഞാപനം പുറത്തിറക്കിയത്. എന്നാൽ 18 ദിവസത്തിന് ശേഷം മാർച്ച് 27-നാണ് രേഖകൾ CBIക്ക് കൈമാറിയത്. തെളിവ് നശിപ്പിക്കാനും പ്രതികളെ സംരക്ഷിക്കാനും സർക്കാരും പോലീസും മനഃപൂർവ്വം ശ്രമിക്കുമെന്നത് ആരോപിച്ച് സിദ്ധാർത്ഥന്റെ കുടുംബം തുറന്ന് രംഗത്തെത്തുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തിടുക്കത്തിൽ രേഖകൾ കൈമാറാൻ ആഭ്യന്തര വകുപ്പ് തയ്യാറാവുന്നത്. 18 ദിവസത്തോളമാണ് സിദ്ധാർത്ഥന്റെ മരണ ഫയൽ ആഭ്യന്തര വകുപ്പ് മുക്കിയത്. പൂക്കോട് കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയുടെ രക്ഷയ്ക്കായി ആഭ്യന്തര വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥർ നടത്തിയ ചരടുവലികളാണ് DGPക്കും ആഭ്യന്തര വകുപ്പിനും മുഖ്യമന്ത്രി പിണറായി വിജയനും വരെ കോടതിയിൽ പോലും ഉത്തരം മുട്ടിച്ച് വീണുണ്ടാക്കിയിരിക്കുന്നത്. സിദ്ധാർത്ഥന്റെ മരണത്തിൽ CBI അന്വേഷണവുമായി ബന്ധപ്പെട്ട് CBIക്ക് കേസ് കൈമാറുന്നതിൽ മനഃപൂർവ്വമോ അല്ലാതെയോ സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഗുരുതര വീഴ്ച ഉണ്ടായതിൽ കോടതി കൂടി വിശദീകരണം തേടിയ പിറകെ പൊടുന്നനെ ആഭ്യന്തര സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് അസാധാരണ നടപടി വെള്ളിയാഴ്ച വൈകിട്ടുണ്ടായി. CBI അന്വേഷണവുമായി ബന്ധപ്പെട്ടുണ്ടായ വീഴ്ചയിൽ DGPയോട് വിശദീകരണം ചോദിക്കുകയായിരുന്നു ആഭ്യന്തര സെക്രട്ടറി. സർക്കാർ വിജ്ഞാപനം ഇറക്കിയിട്ടും തുടർ നടപടികളിൽ ഉദ്യോഗസ്ഥർ ആത്മാർത്ഥത കാണിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സംസ്ഥാന DGPയോട് ആഭ്യന്തര സെക്രട്ടറി വിശദീകരണം തേടിയത്. DGPക്കും ഓഫീസിനും തുടർ നടപടികൾ അറിവുള്ളതാണ് ഇരിക്കെയാണ് ഗുരുതര വീഴ്ചയുണ്ടായത്. പെർഫോമ റിപ്പോർട്ടോ രേഖകളോ ആഭ്യന്തര വകുപ്പിന് DGPയുടെ ഓഫീസിൽ നിന്നും കൈമാറുന്നില്ല. പെർഫോമ റിപ്പോർട്ട് കഴിഞ്ഞ മാസം 16-ന് ആവശ്യപ്പെട്ടിട്ടും നൽകിയത് 26-ന് മാത്രമാണെന്ന് തന്നെ ആഭ്യന്തര വകുപ്പിന്റെ ഗുരുതര വീഴ്ച ചൂണ്ടിക്കാട്ടുന്നതാണ്. പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ വീഴ്ച സർക്കാരിനെ മുഖച്ഛായ മോശമാക്കാൻ ഇടയാക്കിയെന്ന് ആഭ്യന്തര സെക്രട്ടറി DGP മുന്നാകെ ചൂണ്ടിക്കാട്ടിയിരുന്നു. വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥരുടെ പേരും വിവരങ്ങളും നൽകണമെന്നും DGPയോട് ആഭ്യന്തര സെക്രട്ടറി വെള്ളിയാഴ്ച വൈകിട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നന്ദി.